എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTI എന്ന വിഷയത്തെ പറ്റിയാണ്. UTI എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഇത് വളരെ സിമ്പിൾ ആണല്ലോ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നുള്ളത്. എന്നാൽ ഞാൻ ഇന്ന് നോർമൽ UTI പറ്റി അല്ല സംസാരിക്കുന്നത്, സൈലന്റ് UTI എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ. അതായത് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നോർമലി നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ലക്ഷണങ്ങളെല്ലാം നമുക്ക് കാണിക്കും. ഫീവർ വരും, വിറച്ച് പനിക്കും, അതേപോലെ കൂടെ മൂത്രം ഒഴിക്കണം, മൂത്രത്തിൽ ബ്ലീഡിങ് ഉണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും, പതയുണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇന്ന് കണ്ടുവരുന്ന പല പേഷ്യൻസിലും നമുക്ക് കാണാൻ പറ്റുന്നത് ആസിംറ്റമാറ്റിക് ആയിരിക്കും, യാതൊരു ലക്ഷണങ്ങളും കാണത്തില്ല. പക്ഷെ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയയുടെ പ്രസൻസ് കാണുന്നു. ഇതുകൊണ്ട് ചിലർ പറയും അത് കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സൈലന്റ് UTI എന്ന് പറയുന്നത്. കാരണം ഈ ബാക്ടീരിയ നമ്മുടെ ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് വളരെ നിയറാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. ഈ കിഡ്നിയിലേക്ക് ഈ ബാക്ടീരിയ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ഇൻഫെക്റ്റഡ് ആവുകയും കിഡ്നി ഡാമേജ് ആവുകയും ചെയ്യും. അപ്പം അത് വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റ് ചെയ്ത് നോക്കാവൂ എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എൻ്റെ അടുത്ത് വരുന്ന രോഗികളിൽ പലരോടും ഞാൻ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലല്ലോ, എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പോലും പറയുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ കണ്ടിട്ട് അവർ തന്നെ സർപ്രൈസ് ആയി പോയിട്ടുണ്ട്, എനിക്ക് യൂറിൻ ഇൻഫെക്ഷനോ എന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, അതാണ് സൈലന്റ് UTI എന്ന് പറയുന്നത്. കാരണം യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് ആസിംറ്റമാറ്റിക് ആയിരിക്കും, നമുക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നമ്മൾ യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമുക്കത് പിന്നീട് നമുക്ക് കിഡ്നി ഫെയിലർ എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് ആ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ആസിംറ്റമാറ്റിക് ആയിട്ട് കണ്ടുവരുന്നതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ബോഡി അത്രമാത്രം ടോക്സിക് ആയി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു 10 വർഷം പിന്നോട്ട് നമ്മൾ പോയാൽ, നമ്മുടെ ലൈഫിൽ 10 വർഷം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ വിറച്ച് പനിക്കുന്ന ഒരു ഫീല് സാധാരണ നിലയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യം. എന്നാൽ ഇപ്പം നമുക്കത് വളരെ വിരളമാണ്, അങ്ങനെ കാണാനേ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ബാക്ടീരിയയ്ക്ക് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം നമ്മുടെ ബോഡി എന്താണ്, ടോക്സിസിറ്റി കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് മുതൽ എന്താണ്, വിഷമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം ടോക്സിസിറ്റി കുമിഞ്ഞു കൂടുന്ന ഒരു ഏരിയയായി മാറി നമ്മുടെ ശരീരം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാക്ടീരിയക്കൊന്നും അനങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബോഡി ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡി വളരെയധികം റീഫ്രഷ് ചെയ്യണം. അതിന് നല്ല വെള്ളം സാധാരണ വെള്ളം കുടിച്ചാൽ പോരാ, നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റീഫ്രഷ്മെൻറ്റ് നടത്തുക, കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് ഹൈജീനായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു 40+ ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ 6 മാസം കൂടുമ്പോഴെങ്കിലും യൂറിൻ ടെസ്റ്റ് ചെയ്യുക. യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ വളരെ കൃത്യമായിട്ട് മെഡിസിൻ എടുത്ത് അതിനെ മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് വരുന്നൊരു പ്രശ്നമാണ് റിക്കറൻ്റ് ആയിട്ടുള്ള UTI എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ കണ്ടു, അവർ ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കേഷൻ എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ്റെ അറ്റാക്ക് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർ കൂടെ ആൻറ്റിബയോട്ടിക് കഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് സപ്പോർട്ടീവായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം. കാരണം എന്താണ്, ഇതെന്തുകൊണ്ടാണ് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരം ഈ വേസ്റ്റ് മെറ്റീരിയൽ, ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഫുഡ് മെറ്റീരിയലിൻ്റെ വേസ്റ്റ് ഇരിപ്പുണ്ട്, അതേപോലെ ബ്ലാഡറിലാണെങ്കിൽ യൂറിൻ ഇരിപ്പുണ്ട്, ഇതെല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ
നമ്മുടെ ബോഡിയിൽ ഇരിക്കുമ്പോൾ അതിന് യാതൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതിൽ ബാക്ടീരിയാസും കീടങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഒരു pH മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അതിനകത്ത് ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ വരുന്നത്. പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ അത് ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോഡി അതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ pH മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൂടെ വോംസിൻ്റെ അറ്റാക്കും അതുപോലെ കൂടെ ഇൻഫെക്ഷനും ബാക്ടീരിയ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ സാഹചര്യത്തിൽ അങ്ങനെ കൂടെ ആൻറ്റിബയോട്ടിക് കഴിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റമിൻ സി പോലുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൗലോലിക്ക, നെല്ലിക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഏറ്റവും റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി തരുന്ന, അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ആരും കഴിക്കാതെ വീട്ടിൽ കൊഴിഞ്ഞു പോകുന്നൊരു സാധനമാണ് ലൗലോലിക്ക എന്ന് പറയുന്നത്. ഈ ലൗലോലിക്കയൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ യൂറിൻ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് എടുക്കുക. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡീനെ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ വിഷയത്തെപ്പറ്റി, യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സൈലന്റ് UTI എന്ന വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം.